പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരെയും എൻ്റെ അനുഭവ സാക്ഷ്യത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ അതിൻ്റെ കേൾവിക്കായി ക്ഷണിക്കുകയാണ്. ദൈവ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗീയപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ആത്മനിറവിൽ ഈ സാക്ഷ്യം പറയുവാനും ഇത് കേൾക്കുവാനും എല്ലാവരെയും നീ വാഴ്ത്തണമേ. ബലഹീനായ എൻ്റെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ധാരാളം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ തിരക്കത്താൽ ഞങ്ങളുടെ ബോധ മനസ്സിനെയും സുബോധ മനസ്സിനെയും അവബോധ മനസ്സിനെയും കഴുകി വിശുദ്ധീകരിക്കണമേ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ സാക്ഷ്യത്തിൽ നിന്ന് കേട്ടു, ഭിക്ഷാടകരായ അല്ലെങ്കിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന അനേക രോഗികളെ ശുശ്രൂഷിക്കുവാൻ ദൈവം കൃപ തന്നത് നിങ്ങൾ കേട്ടു. ഞാൻ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ കുളിപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തെ കട്ടിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ബ്രദേഴ്സ് ഓഫ് ഹോളി സ്പിരിറ്റിൽ ശുശ്രൂഷ ചെയ്യുന്ന സ്റ്റീഫൻ എന്ന് പറയുന്ന സഹോദരനും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഞാനും കൂടി ആ രോഗിയെ എടുക്കാനായിട്ട് കട്ടിലിൽ നിന്ന് എടുക്കാൻ, തളർന്നു പോയ ആളാണ്, എടുക്കാൻ ശ്രമിച്ചപ്പോൾ എടുക്കാൻ പറ്റിയില്ല. താഴെ തന്നെ വെച്ചു, കട്ടിലിൽ തന്നെ വെച്ചു. കാരണം അദ്ദേഹം മലമൂത്ര വിസർജനത്തിൽ കിടക്കുകയായിരുന്നു. അതിൻ്റെ ദുർഗന്ധം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എടുക്കാൻ പറ്റിയില്ല. ഞാനും ആ സഹോദരനും ഒരുപോലെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിന്നു. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഈ ചെറിയവരിൽ ഒരുവൻ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ കുളിപ്പിക്കുവാനെടുക്കുന്ന ഈ സഹോദരൻ, ദൈവമേ, നിൻ്റെ മുഖഛായയുള്ളതാണ്, ഈ മകനെ ശുശ്രൂഷിക്കുവാനാണ് അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതെന്ന് അറിയാം. എങ്കിലും ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. ഈ മകനെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ച് നേരം സ്തുതിച്ചു. പ്രിയമുള്ളവരെ, ഈ സ്തുതിക്ക് ശേഷം ഈ പ്രിയപ്പെട്ട മകനെ എടുക്കുവാനും ബാത്റൂമിൽ കൊണ്ടുപോയി കഴുകുവാനും, പ്രത്യേകിച്ച് ഗ്ലൗസോ മറ്റ് ഒരു ഉപകരണങ്ങളുമില്ലാതെ വൃത്തിയായി കൈകൊണ്ട് തന്നെ എല്ലാ മലമൂത്ര വിസർജനങ്ങളെല്ലാം നീക്കം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഷീറ്റൊക്കെ നന്നായി കഴുകി, കൈകൊണ്ട് തന്നെ കഴുകി വൃത്തിയാക്കി, നന്നായി കുളിപ്പിച്ച് വൃത്തിയാക്കി, ആ കട്ടിലും മറ്റെല്ലാം വൃത്തിയാക്കി ആ മകന് കൊണ്ടുവന്ന് കിടത്തി ഭക്ഷണം കൊടുക്കുവാൻ സാധിച്ചതിന് ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. അങ്ങനെയാണ് മലമൂത്ര വിസർജനത്തിലൊക്കെ കിടക്കുന്ന രോഗികളുടെ ശുശ്രൂഷകളുടെ അറപ്പും വെറുപ്പൊക്കെ മാറിപ്പോയത് ആ ദൈവിക സ്തുതിയിലൂടെയാണ്. അങ്ങനെ ഓരോന്നും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിൻ്റെ നാളുകളായിരുന്നു. ഏത് അവസ്ഥയിലുള്ളവരെയും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും കർത്താവ് കൃപ തന്നു. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് തിരുവചനം അങ്ങനെ ജീവിതത്തിൽ നിറവേറി. രണ്ടാമത്തെ ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത്, ഒരപ്പച്ചനെ, ആരുമില്ലാത്തൊരപ്പച്ചനെ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടാനായിട്ട് കൊണ്ടുവന്നിരുത്തി. അദ്ദേഹം ഇതുപോലെ യാചകനാണ്, എന്നാൽ പരസ്യമല്ല. ഹോസ്പിറ്റലിലെ രോഗിയായിട്ട് അഡ്മിഷനാണ്, എപ്പോഴും മാസങ്ങളായിട്ട് ആശുപത്രി തന്നെയാണ്.
കാലാവസ്ഥ നല്ലതാണെങ്കിൽ അദ്ദേഹം പുറത്തൊക്കെ ഇറങ്ങി നടക്കും, ഭിക്ഷ എടുക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടും. ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നത് വഴി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തും. അദ്ദേഹത്തിന് തെരുവിൽ കിടക്കുവാൻ ഭയമായതുകൊണ്ടാണ് ഈ ആശുപത്രി വാസമാക്കിയിരിക്കുന്നത്. എന്നാൽ ചെറിയ രീതിയിൽ മിക്കവാറും തന്നെ എപ്പോഴും ഒരു ശ്വാസമുട്ടുമുണ്ട്. അത് ഒരു കാര്യമായി എടുത്തുകൊണ്ട് അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഞങ്ങൾ പല ആവർത്തി ഇദ്ദേഹത്തെ ഭക്ഷണം കൊടുക്കുകയും ഷേവ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു പോന്നപ്പോൾ ഈ അപ്പച്ചനോട് ഒരു ധ്യാനം കൂടാമോ എന്ന് ചോദിച്ചു. അപ്പച്ചൻ ധ്യാനം കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ധ്യാനം കൂടി. പ്രിയമുള്ളവരെ, ധ്യാനത്തിന് കൊണ്ടുവന്ന് ഡിവൈനിലാക്കി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത, എന്താണ് ഈ അപ്പച്ചൻ ധ്യാനം കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇനി ഭിക്ഷാടനമോ അല്ലെങ്കിൽ മറ്റ് അനാഥനായിട്ടുള്ള ആ ഒരു അവസ്ഥയൊക്കെ വിട്ട് നന്നായി ജീവിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്താണ് ഒരു വഴി? നന്നായി ജീവിക്കാൻ എന്ത് മാർഗമാണ് കാണിച്ചു കൊടുക്കുന്നതെന്നുള്ളൊരു ചിന്ത നമ്മളെ വല്ലാതെ അലട്ടി. അപ്പോൾ ഈ അപ്പച്ചൻ എൻ്റെ മനസ്സിലിങ്ങനെ യാക്കോബുസ്ലിയുടെ ഒരു യാക്കോബുസ്ലിയുടെ ലേഖനത്തിൽ നിന്നൊരു വചനം എൻ്റെ മനസ്സിൽ വന്നു. 2-ാം അധ്യായത്തിൽ നിന്ന്, ഒരു മനുഷ്യന് ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ ജീവിക്കുമ്പോൾ സമാധാനത്തിൽ പോവുക, തീ കായുക എന്ന് പറഞ്ഞാൽ എന്ത് പ്രയോജനം? അവനാവശ്യമായ കാര്യങ്ങൾ നിറവേറ്റാതെ എങ്ങനെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ് എന്ന ആ ഒരു വചനം എൻ്റെ മനസ്സിലെപ്പോഴും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരുന്നു. 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യം, ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഞാനിപ്പോൾ അപ്പച്ചനോട് പറഞ്ഞിരിക്കുന്നത് ഒരു ധ്യാനം കൂടിയാൽ സമാധാനം കിട്ടുമെന്നാണ്. എന്നാൽ അപ്പച്ചന് മുന്നോട്ട് ആവശ്യമായത് ഭക്ഷണവും വസ്ത്രവും സ്വൈര്യമായി പാർക്കാനൊരിടവുമാണ്. ഇതാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജലം, ആഹാരം, വസ്ത്രം, സ്വൈര്യമായി പാർക്കാനൊരിടം. അപ്പോൾ ഈ പാർക്കാനൊരിടം എവിടെ കൊടുക്കാം? വീണ്ടും തെരുവിൽ തന്നെയാണോ, അല്ലെങ്കിൽ വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെയാണോ അഭയം എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ധ്യാനത്തിന് പോയി ധ്യാനത്തിൽ കേൾക്കുന്നതെല്ലാം സമാധാനത്തോടെ പോവുക എന്നല്ലേ? അപ്പോൾ ഈ വചനം എന്നെ വല്ലാണ്ട് ഭാരപ്പെടുത്തി. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിത പങ്കാളിയോട് ഈ കാര്യം പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ശുശ്രൂഷ ചെയ്യുന്നത്. സഹോദരന്മാരും സഹോദരിമാരൊക്കെ കൂട്ടത്തിലുണ്ട്. എന്നാൽ എൻ്റെ വീട്ടിൽ ഞാൻ ഈ കാര്യം പറഞ്ഞു. ഇത് ഈ വചനം എന്നെ വല്ലാണ്ട് അലട്ടുകയാണ്. ഈ അപ്പച്ചന് ഒരു ഇടം കൊടുക്കണം. അപ്പച്ചൻ നന്നായി ജീവിക്കാൻ ആഗ്രഹിച്ചാൽ അപ്പച്ചനൊരു ഇടം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെനിക്ക് പാർപ്പിടം തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെനിക്ക് പാർപ്പിടം തന്നില്ല എന്ന് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലും അലഞ്ഞു നടക്കുന്ന സാധു പരദേശികളെ നിൻ്റെ വീട്ടിൽ സ്വീകരിക്കുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസമെന്ന് യെശയ്യാ പ്രവചനം 58-ാമത്തെ അധ്യായത്തിലും എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഞാനെൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ വചനം രണ്ടും വെച്ച് നോക്കുമ്പോൾ ഈ അപ്പച്ചനെ നമ്മുടെ വീട്ടിൽ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്.
ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എനിക്ക് പാർപ്പിടം തന്നു എന്ന് പറയുന്നവർക്ക് നിത്യജീവനും, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എനിക്ക് പാർപ്പിടം തന്നില്ല എന്ന് പറയുന്നവരോട് അവർക്ക് നിത്യ നരകവും ആണ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം അതിൻ്റെ 35 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്. ന്യായവിധി ദിവസം സംഭവിക്കുന്ന കാര്യമാണ്. അവസാന വിധി എന്നാണ് POC ബൈബിളിൽ അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിയമുള്ളവർ, യെശയ്യാ പ്രവചനം 58-ാമത്തെ അധ്യായത്തിലും യഥാർത്ഥ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് യെശയ്യാ 58-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ടാണ് ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. യഥാർത്ഥമായ ഉപവാസത്തിൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. 7-ാമത്തെ വാക്യം, വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതിലെ അത്. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. ഈ 2 വചനങ്ങൾ ഞാൻ ധ്യാനിച്ച് മനസ്സിലിങ്ങനെ തീരുമാനിച്ചു. ആ അപ്പച്ചൻ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വീട്ടിൽ സ്വീകരിക്കാം. വീട്ടിൽ സൗകര്യമൊന്നുമില്ല. അപ്പോൾ വീട്ടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വീട്ടിൽ അടുക്കളയും ഒരു മുറിയും സിറ്റ് ഔട്ടും ബാത്റൂമൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം പണിയുവാനായിട്ട് തറ കെട്ടിയിട്ടുണ്ട്, പക്ഷെ പണിതിട്ടില്ല. അപ്പോൾ ആ വീട്ടിൽ എങ്ങനെ താമസിപ്പിക്കുമെന്ന ഒരു ചിന്തയിൽ ഇരിക്കുമ്പോൾ അടുത്ത വചനം മനസ്സിലിങ്ങനെ വന്നു. സ്നാപയോഹന്നാൻ്റെ അടുക്കൽ സ്നാനം സ്വീകരിക്കാൻ വന്നവരോട് വരാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഈ സ്നാനം മതിയെന്ന് നിങ്ങളോട് കൽപ്പിച്ചത് ആരാണ് എന്ന് ചോദിക്കുന്ന ആ ഭാഗത്ത് വരാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന അവരുടെ ചോദ്യത്തിന് യോഹന്നാൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, 2 ഉടുപ്പുള്ളവനൊന്നും ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഈ വചനം എൻ്റെ ഉള്ളിൽ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. അന്ന് ഒരിക്കൽ കൂടെ അത് വലിയ ധ്യാനമായി മനസ്സിലായി രൂപപ്പെട്ടു. 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കണം. കിടക്കാനൊരു മുറിയുണ്ട്. ഞാനും ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളും, കുഞ്ഞു കുടുംബം. പക്ഷേ അപ്പൻ വീട്ടിലുണ്ടെങ്കിൽ അതൊരു കുഞ്ഞു വീടാണെങ്കിലും അപ്പനെ സ്നേഹിക്കുന്നെങ്കിൽ അപ്പന് അവിടെ ഒരു കട്ടിൽ കൊടുക്കില്ലേ? അമ്മ വീട്ടിലുണ്ടെങ്കിൽ കുഞ്ഞു വീടാണെങ്കിലും അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ ദൈവഭയമുണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ മുന്നിൽ ഒരു കുഞ്ഞു കട്ടിൽ കൊടുക്കില്ലേ എന്ന ചിന്ത. അപ്പോൾ എന്തുകൊണ്ട് ഈ വല്യപ്പച്ചനെ അപ്പനായിട്ട് സ്വീകരിച്ചുകൂടാ എന്ന ചിന്തയിൽ അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ സന്ധ്യയുടെ പ്രാർത്ഥനയിൽ ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ഭാര്യയ്ക്ക് ഭയമാണ്, കുഞ്ഞു കുട്ടികളാണ്, പുറത്തുനിന്ന് വരുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണെന്നൊന്നും അറിയില്ല.
എന്തു ചെയ്യും? അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ കട്ടളപ്പടിയിൽ നമ്മളിപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്, യേശു ഈ വീടിൻ്റെ നാഥൻ. ഹല്ലേലൂയ! യേശു ഈ വീടിൻ്റെ നാഥൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, യേശു വീടിൻ്റെ നാഥനാണെങ്കിൽ ഈ വീട് ചെറുതാന്നുള്ളത് കാര്യം യേശുവിനറിയാം. ഈ ചിന്ത തന്നതും യേശുവിനറിയാം. നമ്മളുടെ മക്കളെ കുഞ്ഞുങ്ങളാണെന്നും യേശുവിനറിയാം. അതുകൊണ്ട് യേശു എന്തെങ്കിലും പദ്ധതികൾ നമ്മളെക്കുറിച്ച് കണ്ടിട്ടുണ്ടാകും. മാത്രമല്ല, യേശു വീടിൻ്റെ നാഥനാണെങ്കിൽ നമ്മളെ ഈ വീട് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ സ്വന്തമല്ല എന്ന മനോഭാവത്തിൽ ജീവിക്കണമല്ലോ എന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ രാത്രിയിൽ ദൈവത്തോട് ആലോചന ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വേദഭാഗം, പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ചപ്പോൾ കിട്ടിയ വേദഭാഗം ഇതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം, അതിൻ്റെ 20 മുതൽ വാക്യങ്ങളാണ്. അന്നാളിൽ 2 പേർ ഒരു കട്ടിലിൽ കിടക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ തിരസ്കരിക്കപ്പെടും. 2 പേർ ഒരു തിരികല്ലിൽ ധാന്യം പിടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ തിരസ്കരിക്കപ്പെടും. നോഹയുടെ കാലത്തും ലോത്തിൻ്റെ കാലത്തും സംഭവിച്ച് ഓർക്കുക. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനത് വായിക്കുന്നില്ല, നിങ്ങൾ വായിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 35 വരെ വാക്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകാം, ഉപേക്ഷിക്കപ്പെടുന്നവരുടെ, തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പോകാം. അങ്ങനെ ഈ വചനങ്ങൾ കൊണ്ട്, ഒന്ന് യാക്കോബ് ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞു, ഒരുവൻ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ ജീവിക്കുമ്പോൾ സമാധാനത്തിൽ പോവുക, തീ കായുക എന്ന് പറഞ്ഞാൽ എന്ത് പ്രയോജനം? ഒന്ന്, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചില്ല. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, യെശയ്യാപ്രവചനം 58-ാം അധ്യായം, ഞാൻ ആഗ്രഹിക്കുന്ന നോമ്പും ഉപവാസവും അലഞ്ഞു നടക്കുന്ന പരദേശികളെ വീട്ടിൽ സ്വീകരിക്കുന്നതല്ലേ. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം, സ്നാപക യോഹന്നാൻ്റെ പ്രഭാഷണത്തിൽ 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവനും എടുക്കട്ടെ. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ വാക്യങ്ങളിൽ ഇത്രയും വചനങ്ങൾ കൊണ്ട് ധന്യമാക്കി ദൈവം ആ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റി. ആ പ്രവൃത്തി അങ്ങനെ ആ അപ്പച്ചനെ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് താമസിക്കുവാൻ സാഹചര്യമുണ്ടാക്കി കർത്താവ്. അങ്ങനെ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നാം അനുസരിച്ചാൽ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും കർത്താവ് ഏറ്റെടുക്കും. നമുക്കൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതായിട്ട് വരില്ല. സാത്താൻ നമ്മളിൽ ഭയം ജനിപ്പിക്കും, അസ്വസ്ഥതകളുണ്ടാക്കും, ആകുലത കൊണ്ടുവരും. പക്ഷേ നമ്മൾ തളരില്ല, തകരില്ല. കാരണം അത് സാത്താൻ കൊണ്ടുവരുന്നതാണെന്ന് വ്യക്തമായി കർത്താവ് നമ്മളോട് സംസാരിക്കും. ശിഷ്യന്മാരൊക്കെ തകർന്നപ്പോഴും തളർന്നപ്പോഴൊക്കെ അല്പവിശ്വാസി എന്തിനു ഭയപ്പെടുന്നു എന്ന് ചോദിച്ച് കൈപിടിച്ചുയർത്തിയതുപോലെ നമ്മളും യേശുവിൻ്റെ വചനമനുസരിച്ചാൽ നമ്മളെ കൈപിടിച്ച് ഉയർത്തും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വചനങ്ങൾ കൊണ്ട് നിങ്ങൾ ധന്യരാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിലും ഏതെങ്കിലും വിധത്തിലുള്ള അർഹതയുള്ളവരെ, വീടില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, വസ്ത്രമില്ലാത്തവരെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മറന്നുകൊണ്ട് അവരെ സഹായിക്കുവാൻ, സ്നേഹിക്കുവാൻ, സ്വീകരിക്കുവാൻ ഈ വചനം കൊണ്ട് കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം വലിയവനും സീമാതീത ജ്ഞാനമുള്ളവനാണ്.
അവൻ നമ്മളോട് എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മളെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, യാതൊരു മനുഷ്യനും സംസാരിച്ചിട്ടുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്യുവാനും അവരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനും അവിടുത്തെ കൃപ, വചനമനുസരിച്ച് മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ. പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യം ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകർക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണമേ എന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളിതിനെ അലസമായോ തമാശയായോ കാണരുത്. ഇത് ആദിമ ക്രിസ്ത്യാനികൾ ജീവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവരൊന്നടങ്കം ആ ചൈതന്യത്തിൽ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, യേശുക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ബലഹീനരും പാവപ്പെട്ടവരായി നമ്മളെ വിളിച്ച് ഈ വചനങ്ങളെ കൊണ്ടൊക്കെ കേൾപ്പിച്ച് നമ്മൾ നയിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് സമീപമായതുകൊണ്ട് വിശുദ്ധരുടെ ഗണം ധാരാളം ഉണ്ടാകുന്നതിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനെ തമാശയായിട്ടും വെറുമ്പാക്കായിട്ടും എടുക്കാതെ ഏറെ സ്നേഹത്തോടെ ഈ സാക്ഷ്യത്തെ സ്വീകരിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.